ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്കിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ തന്നെ ഡൈമെൻഷനിങ് എന്ന പോർഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, ഡൈമെൻഷനിങ് എന്ന പോർഷനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലെറ്ററിങ് പഠിച്ചു, അതുപോലെ തന്നെ ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഡൈമെൻഷനിങ്, അതുപോലെ തന്നെ കോണിക് സെക്ഷൻ, പിന്നെ ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് തന്നെയുള്ള കർവ്സ് എന്നൊരു പോർഷനുണ്ട്. ദെൻ അത് കഴിഞ്ഞ് പ്രൊജക്ഷൻ. അപ്പോൾ ഓക്കെ, അത്രയും പോർഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന ആ ഒരു സബ്ജക്റ്റ് ഫുള്ള് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ ഡൈമെൻഷനിങ് എന്ന പോർഷൻ നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൈമെൻഷനിങ്ങിൻ്റെ IS കോഡ് എത്രയാണെടാ? ഡൈമെൻഷനിങ്ങിൻ്റെ IS കോഡ് വരുന്നത് 11669. ഓക്കെ, എത്രയാണ്ട? 11669 ആണ് ഡൈമെൻഷനിങ്ങിൻ്റെ IS കോഡ്. ഏതൊക്കെയാണ്? IS 11669. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഡൈമെൻഷനിങ് നമുക്ക് ഒരു ഡൈമെൻഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ഫിഗർ വരച്ചിട്ട് നമുക്ക്, നിങ്ങൾ ഈ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് വരച്ചതിന് ശേഷം അതിന് നമ്മൾ ഡൈമെൻഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഡൈമെൻഷൻ ചെയ്യാൻ വേണ്ടി, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡൈമെൻഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ലൈൻസ് വരയ്ക്കാറുണ്ടല്ലേ. അങ്ങനെ ആ ഒരു ലൈൻസിനെ പറ്റിയാണ് അടുത്ത് നോക്കുന്നത്. അതാണ് എലമെൻറ്റ്സ് ഓഫ് ഡൈമെൻഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ താണ്ട ഡൈമെൻഷൻ ലൈൻ. ഓക്കെ, ഡൈമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്, എനിക്കിതിനെ ഡൈമെൻഷൻ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 2 ലൈൻ വരയ്ക്കുന്നു. ദെൻ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ദെൻ ഇവിടെ ആരോ ഹെഡും നമ്മൾ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതിൽ ഈ ലൈനെയാണ് എന്തോന്ന് പറയുന്നതാ? ഡൈമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വരച്ച ഈ ഒരു ലൈനെയാണ് ഡൈമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡൈമെൻഷൻ ബിറ്റ്വീൻ ഔട്ട്ലൈൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഡൈമെൻഷൻ ലൈൻ ഈസ് 8 to 10 mm ആയിരിക്കണം. അതായത് ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ മുതൽ ഡൈമെൻഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണോടാ? 8 മുതൽ ഈ ഡിസ്റ്റൻസ് 8 മുതൽ 10 mm വരെ ആയിരിക്കണം. ഓക്കെ, 8 to 10 mm വരെ ആയിരിക്കണം ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈമെൻഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനെയാണ് ഡൈമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ഡൈമെൻഷൻ ലൈൻ ഒബ്ജക്റ്റിൻ്റെ ഔട്ടർ ലൈനുമായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 to 10 mm ആയിരിക്കണം. ഓക്കെ, ദ ഡൈമെൻഷൻ ബിറ്റ്വീൻ ഔട്ട്ലൈൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഡൈമെൻഷൻ ലൈൻ ഈസ് 8 to 10 mm ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്രൊജക്ഷൻ ലൈൻ ഓർ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഓക്കെ, ഈ ലൈനുമാണ് പ്രൊജക്ഷൻ ലൈൻ ഓർ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ വെർട്ടിക്കലായിട്ട് ഉള്ള 2 ലൈൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? പ്രൊജക്ഷൻ ലൈൻ ഓർ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഞാനൊന്നുകൂടെ വലുതാക്കി വരച്ച് കാണിക്കാം. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് കരുതുക. ഞാനിവിടെ ഇങ്ങനെ ഇതിനെ ഡൈമെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആരോ ഹെഡ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ലൈനെയാണ് ഡൈമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ ഔട്ടർ മുതൽ ഈ ഡൈമെൻഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് 8 to 10 mm എന്ന് പറഞ്ഞു. ദെൻ ഈ ലൈൻസിനെയാണ്, ഓക്കെ, ഈ ലൈനും അതുപോലെ തന്നെ ഈ ലൈനുമാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഈ പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത് ഡൈമെൻഷൻ ലൈന് ശേഷം 3 mm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം. അതായത് ഇതാണ് ഡൈമെൻഷൻ. ഓക്കെ, ഇതാണ് ഡൈമെൻഷൻ ലൈൻ. ഈ ഡൈമെൻഷൻ ലൈന് ശേഷം ഇത്രയും, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 3 mm ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും ഇത് മുതൽ ഇതുവരെയുള്ള പോർഷനും എത്രയായിരിക്കണം? 3 mm ആയിരിക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് ഏത് ലൈൻ? പ്രൊജക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറഞ്ഞു. ഇതാണ് ഡൈമെൻഷനിൽ. ഈ ഡൈമെൻഷൻ ലൈനിൽ നിന്ന് 3 mm പ്രൊജക്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, 3 mm പ്രൊജക്റ്റ് ചെയ്തിരിക്കണം ഈ പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ. അതുപോലെ തന്നെയാണ് ഇങ്ങോട്ടും 3 mm പ്രൊജക്റ്റ് ചെയ്തിരിക്കണം. അതാണ്
പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലീഡർ ലൈൻ ഓർ പോയിൻ്റർ ലൈൻ. ഓക്കെ, ലീഡർ ലൈൻ അല്ലെങ്കിൽ പോയിൻ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതൊരു ഒബ്ജക്റ്റാണ്. നമ്മളവിടെ ഈ ഒരു ഇൻക്ലൈൻഡ് ലൈനും ഇതുപോലൊരു ഹൊറിസോണ്ടൽ ലൈനുമായിട്ടാണ് നമ്മൾ അതിനെ ഡയമെൻഷൻ ചെയ്ത് കാണിക്കുന്നതെങ്കിൽ അതാണ് ലീഡർ ലൈൻ അല്ലെങ്കിൽ പോയിൻ്റർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ 2 ടേം ഉണ്ട് പഠിക്കാൻ. ഇവിടെ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനെ നമ്മൾ എന്തോന്ന് പറയുന്നതാ, ഷോൾഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനെ ഷോൾഡർ എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 to 60 ഡിഗ്രിയാണ്. ഓക്കെ, 30 to 60 ഡിഗ്രിയാണ്. കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എത്രയാണ്, 45 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ എത്രയാണ്, 30 മുതൽ 60 ഡിഗ്രി വരെയാണ് പറയുന്നത്. കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എത്രയാണ്, 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ഇൻക്ലൈൻഡ് ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും ആയിരിക്കും. അതിൽ ഈ ഹൊറിസോണ്ടൽ പാർട്ടിനെയാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ലീഡർ ലൈൻ അല്ലെങ്കിൽ പോയിൻ്റർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ഡയമെൻഷൻ ലൈനിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഡയമെൻഷൻ ലൈൻ നമ്മൾ നേരത്തെ ഡയമെൻഷൻ ചെയ്തപ്പോൾ കണ്ടതാണ്. അതിൽ ആരോ ഹെഡ് നമ്മൾ വരയ്ക്കാറുണ്ടല്ലേ, അങ്ങനെ അതുപോലുള്ള കുറച്ച് ടെർമിനേഷൻസ് ആണ് അടുത്ത് നോക്കുന്നത്. അതിലാദ്യത്തതാണ് ബൈ ആരോസ്. ഓക്കെ, ബൈ ആരോസ് ആണ് ആദ്യത്തേത്. ആരോസ് നമുക്കറിയാം, നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ആരോ ഹെഡ് തന്നെയാണ്. പക്ഷേ അതിലൊരു 3 ടൈപ്സ് ഉണ്ട്. അതിലാദ്യത്തേതാണടാ ഓപ്പൺ ആരോ. ഓപ്പൺ ആരോ എന്ന് പറഞ്ഞാൽ ഇത് ഡയമെൻഷൻ ലൈനാണ്. ഈ ലൈനാണ് പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ആരോ നമ്മൾ ഇങ്ങനെ ഒരു സിംഗിൾ ആരോ മാത്രം, ഇതേപോലുള്ള പോർഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതാണ് ഓപ്പൺ ആരോ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ആരോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതേപോലെ സാധാരണ കൊടുക്കുമ്പോൾ ഫില്ല് ചെയ്യാതെ ഇതേപോലെ മാത്രം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഓപ്പൺ ആരോ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ക്ലോസ്ഡ് ആരോ. ക്ലോസ്ഡ് ആരോ എന്ന് പറഞ്ഞാൽ ഇത് ഡയമെൻഷൻ ലൈനാണ്. ഇത് പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈനാണ്. ആരോ ഹെഡ് നമ്മൾ ഇതുപോലെ കൊടുക്കും. ഓക്കെ, അതായത് ആരോ ഹെഡ് ഇതുപോലെ ഇരിക്കുന്നതാണ് ക്ലോസ്ഡ് ആരോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ആരോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ ആരോ ഹെഡ് ഇരിക്കും. ഇതാണ് ക്ലോസ്ഡ് ആരോ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ക്ലോസ്ഡ് ഫിൽ ആരോ എന്ന് പറഞ്ഞാൽ ഇത് ഡയമെൻഷൻ ലൈൻ, ദെൻ ഇത് പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ. ആരോ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അകത്ത് ഫില്ല് ചെയ്തിരിക്കും. ഓക്കെ, ഇതുപോലെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നതിനെയാണ് ക്ലോസ്ഡ് ഫിൽ ആരോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസ്ഡ് ഫിൽ ആരോ. ഈ ക്ലോസ്ഡ് ഫിൽ ആരോയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ക്ലോസ്ഡ് ഫിൽ ആരോ. ഈ ഒരു ആരോ ടൈപ്പാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആരോയുടെ കാര്യത്തിൽ. ഇനി ആരോയുടെ കാര്യത്തിൽ മെയിനായിട്ട് പഠിക്കാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ആരോ ഹെഡിൻ്റെ, ഓക്കെ, ഇതാണ് ആരോ ഹെഡ്. ഈ ആരോ ഹെഡിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ, അതായത് ലെങ്ത് ഈസ് ടു വിഡ്ത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ആ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എന്ന് പറയുന്നത് 3:1 ആണ്. ഓക്കെ, ലെങ്ത് ഈസ് ടു വിഡ്ത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അതിൽ എക്സാം ചിലപ്പോൾ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്നും ചോദിക്കാറുണ്ട്. എന്നാൽ 1:3 ആകും. ഓക്കെ, ലെങ്ത് ഈസ് ടു വിഡ്ത്ത് ആണെങ്കിൽ 3:1, വിഡ്ത്ത് ഈസ് ടു എൽ ആണെങ്കിൽ 1:3. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അവിടെ ഓർക്കണം. അങ്ങനെ അതാണ് ബൈ ആരോസ്. ദെൻ അടുത്തതാണ് ഒബ്ലീക്ക് സ്ട്രോക്ക്. ഒബ്ലീക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ആരോ ഹെഡ് വരയ്ക്കാനായിട്ട് നമുക്കവിടെ സ്ഥലം കുറവാണ്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒബ്ലീക്ക് സ്ട്രോക്ക് യൂസ് ചെയ്യുന്നത്. ഒബ്ലീക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതൊരു ഡയമെൻഷൻ ലൈൻ, പിന്നെ ഇത് പ്രൊജക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലൈൻ. നമ്മൾ ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ കൊടുത്ത് ഡയമെൻഷൻ ചെയ്യുന്നതിനെയാണ് ഒബ്ലീക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ എവിടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ആരോ ഹെഡ് കൊടുക്കാൻ വേണ്ടിയുള്ള സ്പേസ് അവിടെ ഇല്ല എങ്കിലാണ് നമ്മൾ ഈ ഒബ്ലീക്ക് സ്ട്രോക്ക് രീതി ഉപയോഗിക്കുന്നത്. ഓക്കെ, അവിടുത്തെ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രിയാണ്. ദെൻ അടുത്തതാണ് ഒറിജിൻ പോയിൻ്റ്. ഒറിജിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ, ഇതൊരു ഒബ്ജക്റ്റാണ്, ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം.
അതൊരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിന് നമുക്ക് ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കും. സർക്കിൾ വരച്ചിട്ട് സർക്കിളിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതായത് ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ഡയമെൻഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ദെൻ ഓപ്പോസിറ്റ്, അതായത് എൻഡ് പോയിന്റ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യും പോലെ ആരോ ഹെഡ് തന്നെ വരച്ച് കൊടുക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഡയമെൻഷൻ ചെയ്യുന്നതിനെയാണ് ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണയായിട്ട് സൂപ്പർ ഇമ്പോസ്ഡ് ഡയമെൻഷൻ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് താഴോട്ട് വരുമ്പോൾ പഠിക്കാം. ഓക്കെ, ഈ ഒരു രീതി കോമൺ ആയിട്ട്, ഈ ഒറിജിൻ പോയിന്റ് എന്നൊരു രീതി നമ്മൾ കോമൺ ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ എന്ന രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡയമെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഇതുപോലെ നമ്മളൊരു സർക്കിൾ ആയിരിക്കും. സർക്കിൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും, എന്ന് അവസാനിക്കുന്നത് ഈ ഒരു ആരോ ഹെഡിലായിരിക്കും. ഇവിടെ ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 mm ആയിരിക്കും. ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 mm ആയിരിക്കും. ഓക്കെ, അത്രയാണ് ഡയമെൻഷൻ ലൈൻ ടെർമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് എന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. അതിലാദ്യത്തേതാണ് ചെയിൻ ഡയമെൻഷനിങ്. ഓക്കെ, ഏതാണ്ടാ ചെയിൻ ഡയമെൻഷനിങ്. ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇതുപോലെ ഒരു ഫിഗർ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ആരോ ഹെഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മളൊരു ചെയിൻ രൂപത്തിൽ ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഡയമെൻഷൻ ചെയ്യുന്ന രീതിയാണ് ചെയിൻ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയമെൻഷൻ ടു ബി യൂസ്ഡ് ഓൺലി വെയർ പോസിബിൾ അക്യുമുലേഷൻ ഓഫ് ടോളറൻസ് ഡസ് നോട്ട് എൻഡേഞ്ചർ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഓഫ് പാർട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയുള്ള ഡയമെൻഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സിംഗിൾ ലൈനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയുള്ള ഡയമെൻഷനും ഈ ഒരു സിംഗിൾ ലൈനിൽ തന്നെ നമ്മൾ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ, ഇവിടെ ഈ ഒരു അക്യുമുലേഷൻ ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വരുന്ന മിസ്റ്റേക്ക്, ഇവിടെ ഇത് മുതൽ ഇതുവരെയുള്ള പോർഷനിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്ക്, ഡയമെൻഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഒരു പോർഷൻ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ബാധിക്കില്ല. അതായത് ഈ ഒരു പോർഷൻ എന്തെങ്കിലും ഇററോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് ഈ ഒരു പോർഷനെയോ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ബാധിക്കില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് അക്യുമുലേഷൻ ഓഫ് ടോളറൻസ് ഡസ് നോട്ട് എൻഡേഞ്ചർ ദ ഫങ്ഷണൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് മുതൽ ഇതുവരെ ആക്ച്വലി ഉള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 5 ആണ്. പക്ഷേ നമുക്ക് എന്തോ ഒരു ഇറർ സംഭവിച്ചിട്ട് നമുക്കവിടെ 4 എന്ന് കിട്ടി. ദെൻ ഇത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷൻ 5 ആണ്, ഇത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷനും 5 ആണ്. പക്ഷേ ഇവിടെ മാത്രം നമുക്കൊരു 4 എന്ന് കിട്ടി. പക്ഷേ ഈ 4 എന്നത് ഈ ഇവിടുത്തെ ഡയമെൻഷനെയോ ബാധിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ആ ഒരു ടൈം അവിടെ പറഞ്ഞത് പോസിബിൾ അക്യുമുലേഷൻ ഓഫ് ടോളറൻസ് ഡസ് നോട്ട് എൻഡേഞ്ചർ ദ ഫങ്ഷണൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് പാർട്ട്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ ഒരു ഡെഫിനിഷൻ ഇതേപോലെ തന്നിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഓവർസിയർ ലെവലിൽ ചോദിക്കാറുണ്ട്. ഈ ടൈപ്പ് ഡയമെൻഷൻ ഏത് നെയിം എന്നാണ് ചോദിക്കുന്നത്, അതേതാണ്? ചെയിൻ ഡയമെൻഷനിങ് ആണ്. ഓക്കെ, ഏതാണ് ചെയിൻ ഡയമെൻഷനിങ്. ദെൻ അടുത്തതാണ് പാരലൽ ഓർ പ്രോഗ്രസീവ് ഡയമെൻഷൻ. പാരലൽ ഓർ പ്രോഗ്രസീവ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു കോമൺ ഡാറ്റം ഉള്ളിടത്താണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് വരച്ച് കാണിച്ചു തരാം. അതായത് അപ്പോൾ ഈ ഒരു സെയിം ഫിഗർ തന്നെ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻ ഇതാണ്, ഇതിൻ്റെ കോമൺ ഡാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് മുതൽ ഇതുവരെ, ദെൻ ഇത് മുതൽ ഈ ഒരു പോർഷൻ വരെ, ദെൻ ലാസ്റ്റ് ഇത് മുതൽ ഈ ഒരു പോർഷൻ വരെ. ആരോ ഹെഡൊക്കെ നമ്മളവിടെ കൊടുക്കും. ആരോ ഹെഡ് ഫില്ല് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഡയമെൻഷനെയാണ് എന്തോന്ന് പറയുന്നത്? പാരലൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഈ ഡിസ്റ്റൻസ് 5 തന്നെയാണ്, ഈ ഡിസ്റ്റൻസും 5 തന്നെയാണ്, ഈ ഡിസ്റ്റൻസും 5 തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ഡയമെൻഷനിൽ ഇത് 5 ആണ്. ദെൻ അടുത്ത് നമ്മൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷൻ ടോട്ടലായിട്ടാണ് എഴുതുന്നത്. സോ ഇവിടെ 10 വരും.
ദെൻ അടുത്ത് ഇവിടെ ലാസ്റ്റ് 15 അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡയമെൻഷനാണ് എഴുതുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പാരലൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡയമെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഡയമെൻഷൻ ഹാവ് എ കോമൺ ഡാറ്റ. ഇവിടുത്തെ കോമൺ ഡാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് കോമൺ ഡാറ്റം. ഈ ഒരു കോമൺ ഡാറ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഡയമെൻഷൻസ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഡയമെൻഷൻ ചെയ്യുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്, പാരലൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് പാരലൽ ഡയമെൻഷനിൽ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് ഈ ഒരു സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്പേസ് ലിമിറ്റേഷൻ ഉള്ളിടത്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പേസ് ലിമിറ്റേഷൻ ഉള്ളിടത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറിജിൻ പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിനെ നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ എടുക്കും. ദെൻ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാവും. ദെൻ ഇങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരോ ഹെഡ് തന്നെ ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു സർക്കിൾ ആയിരിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നതിനെയാണ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനാണ്. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനാണ്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് പാരലൽ ഡയമെൻഷൻ ആണ്. അതുപോലെ തന്നെ സ്പേസ് ലിമിറ്റേഷൻ ഉള്ളിടത്താണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. ദെൻ അടുത്തതാണ് കമ്പൈൻഡ് ഡയമെൻഷൻ. കമ്പൈൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും 2 ഡയമെൻഷനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കമ്പൈൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദ ഡയമെൻഷൻ. അതായത് ഏതെങ്കിലും 2 ഡയമെൻഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ 3 ഡയമെൻഷൻസ്, അതായത് ഇപ്പോൾ കമ്പൈൻഡ് ചെയിൻ ആൻഡ് പാരലൽ ആകാം, കമ്പൈൻഡ് ചെയിൻ ആൻഡ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ ആകാം. അങ്ങനെ ഏതെങ്കിലും കമ്പൈൻ ചെയ്തിട്ട് ഡയമെൻഷൻ ചെയ്യുന്ന രീതിയെയാണ് കമ്പൈൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഡയമെൻഷൻ ബൈ കോഓർഡിനേറ്റ്സ്. ഓക്കെ, ഡയമെൻഷൻ ബൈ കോഓർഡിനേറ്റ്സ് നമുക്കറിയാം, നമ്മളത് ബോൾട്ട് പോലുള്ള സാധനങ്ങളുടെ ഡയമെൻഷൻ ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഡയമെൻഷൻ ബൈ കോഓർഡിനേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഓക്കെ, ഇത് 2 കോർഡിനേറ്റ്സ് ആണ്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് കിടപ്പുണ്ട്. ഇവിടെ 2, 4 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 1, 2 എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ ഇത് 2, 2 എന്ന് വരും. ഓക്കെ, 2, 2 എന്ന് വരും. ഇവിടെയാണെങ്കിലോ 2, 1 എന്ന് വരും. ഇതേപോലെ നമ്മൾ കോർഡിനേറ്റ് മെത്തേഡിൽ ഡയമെൻഷൻ ചെയ്യുന്നതിനെയാണ് ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ്. ദെൻ അടുത്തതാണ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്. ഇതിലെന്ന് ഡയമെൻഷൻ എന്ന ഭാഗത്ത് മെയിനായിട്ട് ഉള്ള ടോപ്പിക്കാണിത്. ഇതിലെന്നാണ് കൂടുതലും പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് എന്ന് പറഞ്ഞാൽ 2 തരം ഡയമെൻഷൻ ഉണ്ട് നമുക്ക്. അലൈൻഡ് സിസ്റ്റം ഉണ്ട്, യൂണി ഡയറക്ഷണൽ സിസ്റ്റം ഉണ്ട്. അലൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളതിൻ്റെ ഡയമെൻഷൻ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ ഓക്കെ, ഇതുപോലെയായിരിക്കും നമ്മൾ ഡയമെൻഷൻ ചെയ്യാറുള്ളത്. ഇവിടെ പറയുന്നത് റീഡബിൾ എയ്തർ ഫ്രം, നമുക്ക് ബോട്ടത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡ്രോയിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് അലൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡയമെൻഷൻ ലൈൻ, ഓക്കെ, ഇതാണ് ഡയമെൻഷൻ ലൈൻ. ഈ ഡയമെൻഷൻ ലൈന് എബോവ് മിഡിലിൽ പാരലായിട്ടാണ് നമ്മൾ ഡയമെൻഷൻ ചെയ്യാറുള്ളത്. ദ ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് പാരലൽ പ്ലേസ്ഡ് ആൻഡ് പ്ലേസ്ഡ് നിയർ ദ മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ ആണ്. അതായത് ഇതൊരു ഡയമെൻഷൻ ലൈനാണ്. ഈ ഡയമെൻഷൻ ലൈന് പാരലായിരിക്കണം, ഈ ഡയമെൻഷൻ ലൈനിൻ്റെ മിഡിലുമായിരിക്കണം ഡയമെൻഷൻ വാല്യൂ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു അലൈൻഡ് സിസ്റ്റം ഡയമെൻഷനിങ് ആണ്. ഓക്കെ, അതാണ് പറയുന്നത്, നമുക്ക് ഡ്രോയിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റും, ബോട്ടത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റും. ആ ഒരു രീതിയാണ് അലൈൻഡ് സിസ്റ്റം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, മോസ്റ്റ്ലി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണടാ, അലൈൻഡ് സിസ്റ്റം ഡ്രോയിങ് ആണ്. അലൈൻഡ് സിസ്റ്റം ഡയമെൻഷനിങ് ആണ്. ദെൻ അടുത്തതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച് കാണിക്കാം.
ഇതൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, യൂണി ഡയറക്ഷണൽ സിസ്റ്റം നമ്മൾ ഡയമെൻഷൻ ലൈന് മിഡിലിൽ അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡയമെൻഷൻ വാല്യൂ നമ്മൾ എഴുതുന്നത്. ഓക്കെ, റീഡബിൾ ഫ്രം ബോട്ടം സൈഡ് ഓഫ് ഡ്രോയിങ്, അതായത് ബോട്ടം സൈഡിൽ നിന്ന് മാത്രമായിരിക്കും നമ്മളത് റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബോട്ടം സൈഡിൽ നിന്ന് മാത്രമായിരിക്കും റീഡ് ചെയ്യുന്നത്. ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് പാരലൽ ടു ദ ബേസ് ലൈൻ ഓർ ഹൊറിസോണ്ടൽ ലൈൻ. ഡയമെൻഷൻ വാല്യൂ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ മിഡിൽ ബൈ ഇൻ്ററപ്റ്റിംഗ് ദ ഡയമെൻഷൻ ലൈൻ. അതായത് ഡയമെൻഷൻ ലൈനിന് മിഡിലിൽ നമ്മൾ ഡയമെൻഷൻ ലൈൻ കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ റീഡബിൾ ഫ്രം ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ കണ്ടത് എഞ്ചിനീയറിംഗ് പർപ്പസിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ ഏതെന്ന് ചോദിച്ചാൽ അലൈൻഡ് ഡയമെൻഷനാണ്. അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്നും നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഡ്രോയിങ്ങിൽ നിന്നും ആ ഒരു 2 സൈഡിൽ നിന്ന് വരയ്ക്കാൻ ഡയമെൻഷൻ ചെയ്യാൻ പറ്റുന്ന രീതി ഏതെന്ന് ചോദിച്ചാൽ അലൈൻമെൻറ്റ് സിസ്റ്റം. ആ 2 പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡയമെൻഷൻ എന്ന ടോപ്പിക്കിലുള്ളത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കോണിക് സെക്ഷനാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നമ്മുടെ കൺഫർമേഷനൊക്കെ കൊടുക്കാനുള്ളവർ കറക്റ്റായിട്ട് അത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.